ഈ വാർത്താ ചാനലിനും എനിക്കും സീനിയർ ന്യൂസ് എഡിറ്റർ ഹാഷ്മി താജ് ഇബ്രാഹിമിനും ഒക്കെ എതിരെ സോഷ്യൽ മീഡിയയിൽ വ്യാജ പ്രചാരണം നടത്തിയവർക്കെതിരെ സൈബർ പോലീസ് നിയമ നടപടി ആരംഭിച്ചു. കലാപാഹ്വാനത്തിന് കേസെടുത്താണ് പോലീസിന്റെ പുതിയ നീക്കം. നുണപ്രചാരണം നടത്തിയ കൂടുതൽ പേർക്കെതിരെ ഖത്തർ പോലെയുള്ള വിദേശ നാടുകളിലിരുന്ന് അപവാദ പ്രചാരണങ്ങൾ നടത്തിയ ആളുകൾക്കെതിരെ ഒക്കെ തന്നെ വരും ദിവസങ്ങളിൽ പരാതി നൽകുന്നുണ്ട്. അതിൻ്റെ നടപടികളും നടക്കുകയാണ്. യു പ്രതിഭ MLA മകനുമായി ബന്ധപ്പെട്ട വാർത്ത നൽകിയതിന് പിന്നാലെയാണ് 24-നും ചീഫ് എഡിറ്റർ ശ്രീകണ്ഠൻ നായർക്കും കുടുംബാംഗങ്ങൾക്കും സീനിയർ ന്യൂസ് എഡിറ്റർ ഹാഷ്മി താജ് ഇബ്രാഹിമിനുമെതിരെ സൈബർ ആക്രമണം തുടങ്ങിയത്. ബിജു നെടുമൺകാവ്, JKK ജയൻ എന്ന ജയകുമാർ, റഷീദ് പുത്തൻപുരയിൽ, പ്രജീഷ് ദാദു, രാം പാച്ചേനി എന്ന രാമചന്ദ്രൻ, കോമ്രേഡ് MV പ്രദീപൻ എന്നീ ഫേസ്ബുക്ക് അക്കൗണ്ട് ഉടമകൾക്കെതിരെയാണ് നിയമ നടപടി. ജനങ്ങളുടെ ഇടയിൽ കലാപാഹ്വാനം സൃഷ്ടിക്കാൻ ഉദ്ദേശിച്ചാണ് പോസ്റ്റുകളെന്ന് എറണാകുളം സിറ്റി സൈബർ ക്രൈം പോലീസിന്റെ FIRലുണ്ട്. BNS, കേരള പോലീസ് ആക്ട് എന്നീ വകുപ്പുകൾ പ്രകാരമാണ് നടപടി. സമൂഹ മാധ്യമങ്ങളിലൂടെ അധിക്ഷേപം നടത്തിയ മറ്റുള്ളവരുടെ പോസ്റ്റുകൾ പരിശോധിച്ചു വരികയാണെന്നും ഇവർക്കെതിരെയും നിയമ നടപടി കൈക്കൊള്ളുമെന്നും 24 ചീഫ് എഡിറ്റർ R ശ്രീകണ്ഠൻ നായർ അറിയിച്ചു. 24 കൊച്ചി. എന്തായാലും വരും ദിവസങ്ങളിൽ കൂടുതൽ ആളുകൾ ശരിക്കും രാഷ്ട്രീയ കക്ഷികളുടെ ഓഫീസുകളിലൊക്കെ ഇരുന്ന് ഇത്തരം വൃത്തികേടുകൾ കാണിക്കുന്ന ആളുകളൊക്കെ തന്നെ ഉണ്ട്. അപ്പോൾ അവരുടെ എണ്ണം കുറവാണെങ്കിലും അവരും കാര്യമായിട്ട് പണിയെടുക്കുന്നുണ്ട്. അപ്പോൾ ഈ പണിയെടുക്കുന്ന ആൾക്കാർക്കെതിരെ നിയമത്തിൻ്റെ വഴി പിടിച്ച് നടത്താൻ നമ്മൾ തീരുമാനിച്ചിട്ടുണ്ട്. മാത്രമല്ല ഇങ്ങനെയുള്ള രാഷ്ട്രീയ കക്ഷികളുടെ നേതാക്കന്മാർ പുറമേ നിന്ന് ഇങ്ങനെയുള്ള സൈബർ ഇടങ്ങളിൽ നടക്കുന്ന ആക്രമണങ്ങളെക്കുറിച്ച് പറയുകയും ശക്തമായി എതിർക്കുകയൊക്കെ ചെയ്യുമ്പോൾ അവരുടെ പിന്നിലിരുന്ന് അതേ ഓഫീസിലിരുന്ന് ചില കാര്യങ്ങൾ ചെയ്യുന്ന ആളുകളുണ്ടെന്ന് നമുക്ക് മനസ്സിലായിട്ടുണ്ട്. അവർക്കെതിരെയും നിയമ നടപടികൾ സ്വീകരിക്കാൻ നമ്മൾ തീരുമാനിച്ചിട്ടുണ്ട്. കാരണം ഇവരൊന്നും നിയമത്തിന് അതീതരല്ല. എന്തും ചെയ്യാൻ ഞങ്ങൾക്ക് അവകാശമുണ്ടെന്ന ധാരണയിൽ ഇത്തരം സ്ഥലങ്ങളിലിരുന്ന് സൈബർ ഇടങ്ങളിൽ ആക്രമണം നടത്തുന്ന ആൾക്കാരെ നിയമത്തിൻ്റെ മുന്നിൽ വഴിപിടിച്ച് നടത്തുകയും 24ൻ്റെ പ്ലാറ്റ്ഫോം ഉപയോഗിച്ച് ഇത്തരക്കാരെ വെളിയിൽ കൊണ്ടുവരികയും ചെയ്യും.